നമ്മൾ വളരെ വൈകിയാണ് നമുക്ക് സമാനതകളില്ലാത്തൊരു ദുരന്തം. നേരത്തെ പറഞ്ഞ പോലെ 420 പേരാണ് മരണപ്പെട്ടത്. അതിൽ തന്നെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത 118 പേർ അൺഐഡൻറ്റിഫൈഡ് ആണ്. 397 പേർക്ക് പരിക്ക് പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കേരളം ഇതുവരെയും ഇത്തരത്തിലൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന തരത്തിലൊരു പ്രദേശം മുഴുവൻ നമ്മുടെ കൺമുന്നിലൂടെ മാഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചപ്പോൾ 8 മാസമാകുന്നു. ഈ ദുരന്തബാധിതർക്ക് പ്രതി ദിവസം 300 രൂപയുടെ ഒരു വരുമാനം ആദ്യം സർക്കാർ കൊടുത്തിരുന്നു. പിന്നെ 6000 രൂപ വീട്ടുവാടക കൊടുത്തിരുന്നു. ഭക്ഷ്യക്കിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഭക്ഷ്യക്കിറ്റ് കൊടുത്തിട്ടില്ല. കുടുംബശ്രീ വഴി പദ്ധതി നടപ്പിലാക്കാം, അതിന് 6.5 കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു, അതും കൊടുത്തിട്ടില്ല. 300 രൂപ ആദ്യം 2 മാസം കൊടുത്തു. അതിനുശേഷം ആ 300 രൂപയെക്കുറിച്ച് കേട്ടുകേൾവി ഇല്ല. ഒരു 3 മാസം മുമ്പേ വീണ്ടും പറഞ്ഞതാണ് ഭക്ഷ്യക്കിറ്റ് ഉറപ്പായും കൊടുക്കും, അതും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വീട് വയ്ക്കുന്നതിന് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നമ്മുടെ പ്രസിദ്ധമായ ഏജൻസിക്കാർ, ഊരാളുങ്കൽ സൊസൈറ്റിക്കാർ 30 ലക്ഷം രൂപയാണ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് കേരളത്തിൽ 30 ലക്ഷം രൂപ. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അത് സർക്കാർ വഴി വേണം. സർക്കാരിന് ഒരു വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ. ഇങ്ങനെയുള്ള ഒരുപാട് പരാധീന സർക്കാർ ഇപ്പോൾ പുതിയ ടൗൺഷിപ്പ് പ്രോജക്റ്റിന് തറക്കല്ലിടുന്നത്. ഇത്രയും വൈകിട്ടാണെങ്കിലും ഇതൊരു ഈ വിഷമഘട്ടത്തിൽ പെട്ട് നിൽക്കുന്ന ഒരത്താണിയുമില്ലാതെ നിൽക്കുന്ന ആലംബഹീനത എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുരന്തത്തിൻ്റെ ഒരു വിഷയം ആലോചിക്കാൻ കഴിയില്ല. പല ആളുകളും നിന്നിടത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ്. അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ എല്ലാ പരിരംഭണങ്ങളും, അവരുടെ ബന്ധുക്കൾ, അവരുടെ പരിചയക്കാർ, അവരിന്നലെ വരെ നടന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം മാഞ്ഞു പോയിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽപ്പെട്ട ജനങ്ങൾക്ക് വൈകിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് അവിടെ വീണ്ടും ജീവിതം തിരിച്ചു വരുന്നു. സർക്കാർ ഈ പറഞ്ഞ സഹായങ്ങളിൽ ചിലതെങ്കിലും അവരിലേക്ക് വീണ്ടും എത്തുകയാണ്. നേരത്തെ ഒരുപാട് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ ആ സ്ഥലത്തിൻ്റെ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുടെ മൊത്തത്തിലുള്ള ഇതിനെ ഒരു ദുരന്തത്തിന് ശരിയായ രീതിയിൽ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഭാഷയിൽ സമയബന്ധിതമായി കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ക്രൂരമായ യാഥാർത്ഥ്യമാണ്. കേന്ദ്രം ഇത്തരത്തിലൊരു വിഷയത്തിനെ പരിഗണിച്ചിട്ട് തന്നെ പലിശരഹിത വായ്പ ഒരു ഔദാര്യം പോലെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും നികുതി പണം പിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം നമ്മൾ പെട്ട് നിൽക്കുമ്പോൾ, നമ്മൾ ദുരന്തത്തിലായി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു എന്നുള്ളതിലുപരി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ദുരന്തത്തിന് ഉചിതമായ രീതിയിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, കാരണം നമ്മുടെ നികുതി മുഴുവൻ കൊണ്ടുപോവുകയാണ്. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് GST നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് ഇത്തരത്തിലൊരു അപകടം, സമാനതകളില്ലാത്ത അപകടം, ഏറ്റവും ക്രൂരമായ ഒറ്റപ്പെടൽ, അതിൽ പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പലിശയില്ലാതെ കുറച്ച് തുക വായ്പയായി തരാം എന്ന് പറയുന്ന ക്രൂരത കേന്ദ്ര സർക്കാർ കാണിക്കുമ്പോൾ മനുഷ്യത്വത്തോടു കൂടി പെരുമാറേണ്ട, ഇത് മൊത്തത്തിൽ വന്നു കഴിയുമ്പോൾ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയിലൂടെ നേടിയെടുക്കുന്ന ഒരു പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ പോലും തുടക്കം കുറിക്കുന്നത്. എല്ലാ സംഘടനകളും, മുസ്ലിം ലീഗും DYFIയും രാഹുൽ ഗാന്ധിയും അത്തരത്തിലുള്ള മുഴുവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും എല്ലാവരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു നികുതിദായകൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഒരു സാധാരണ നികുതിദായകൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ വിയർപ്പിൻ്റെ ഭാഗമായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ വെൽഫെയർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നികുതിയായി പല തരത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ഏതെല്ലാം സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടുന്നു അവിടെയെല്ലാം നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം, ആ നികുതിപ്പണം നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നില്ല. അത്തരത്തിലൊരു സംവിധാനമില്ല. മറിച്ച് ദുരന്തം വന്നാൽ സംസ്ഥാനത്തിന് പിരിച്ച് മാത്രം ദുരന്തബാധിതരെ ദുരന്തം കഴിഞ്ഞ് വളരെയധികം ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് മാറണം. കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഒരു പക്ഷേ ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, പക്ഷേ ഒരു പക്ഷേ ഇനിയും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ദുരന്തബാധിതരെ ഇങ്ങനെയാണോ ചേർത്ത് പിടിക്കേണ്ടത്? ഇതാണോ കേരളത്തിൻ്റെ ദുരന്ത നിവാരണം? 7-8 മാസം കഴിയുമ്പോഴുള്ള ഒരു ചുവടുവയ്പ്പാണോ ദുരന്ത നിവാരണം? ഈ 300 രൂപ പോലും നിങ്ങൾ കൊടുക്കാതാകുമ്പോൾ ഈ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ? ഒരുപാട് സന്നദ്ധ സംഘടനകളാണ് ഞങ്ങളുടെ നാട്ടിലെ
അവിടെ തമിഴ്നാട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി, അവിടെ നിന്ന് NI യൂണിവേഴ്സിറ്റി, കുമാരകോവിലിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി അടക്കം അവിടെ നിന്ന് വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ, സന്നദ്ധ സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ റോൾ എന്തായിരുന്നു? ശരി, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ റോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആകുലതകൾ, ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നാളെ നടക്കാൻ പോകുന്ന ഒരു നല്ല കാര്യത്തിൻ്റെ ഇടയിൽ ഇവർ രാഷ്ട്രീയമായിട്ട് വരുന്നു എന്നല്ല. ഇനിയും ഇത്തരത്തിൽ നടക്കുകയാണെങ്കിൽ ഇത്തരം കാലവിളംബം ഒഴിവാക്കാൻ നമുക്ക് കഴിയണം.